ഈ പിക്ചർ കാണാൻ പറ്റുന്നുണ്ടല്ലോ, കുറെ ഫാക്ടറീസ് പുക വിടുകയാണ്, സ്മോക്ക് വിടുകയാണ്. അപ്പോൾ അത് നമ്മുടെ നേച്ചറിനെ, ആ പുക കാരണം നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ ഉണങ്ങിപ്പോവും. അപ്പോൾ അപ്പോൾ നമ്മൾ ഈ നേച്ചർ ഡേർട്ടി ആക്കാണ്. ഈ നേച്ചർ നമ്മൾ ഡേർട്ടി ആക്കുമ്പോൾ അതിനെ വിളിക്കുന്നതാണ് പൊല്യൂഷൻ. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ പൊല്യൂഷൻ ഉണ്ടാക്കുന്നത്? ഈ കട്ടിങ് ട്രീസ്, നമ്മൾ മരങ്ങൾ മുറിക്കുമ്പോൾ നമ്മൾ പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ കാർ ഓടിക്കുന്നില്ലേ, അതിന്റെ പുറകെ കൂടെ പുക പോവും. അങ്ങനെ ആ സ്മോക്ക് കാരണം നമ്മൾ നേച്ചർ ചീത്തയാക്കുന്നുണ്ട്. പിന്നെ ഈ പടക്കമില്ലേ, പടക്കം വെച്ച് നമ്മൾ ഈ ദീപാവലിയൊക്കെ സെലിബ്രേറ്റ് ചെയ്യാറില്ലേ, അപ്പൊ അതിന്റെ സ്മോക്ക് ഉണ്ട്. ആ സ്മോക്ക് ഈ നേച്ചർ കേടാക്കും. പിന്നെ പ്ലാസ്റ്റിക് കത്തിക്കുന്നത്, അതും നമ്മുടെ നേച്ചറിനെ ചീത്തയാക്കും. എന്താണ് പൊല്യൂഷൻ? വാട്ടർ പൊല്യൂഷനും ഉണ്ട്, പിന്നെ സോയിൽ പൊല്യൂഷനും ഉണ്ട്. ഇതാണ് വാട്ടർ പൊല്യൂഷൻ. മനസ്സിലായോ? ഈ പിക്ചർ കണ്ടോ? ഇത് സോയിൽ പൊല്യൂഷൻ. സോയിൽ പൊല്യൂഷൻ കണ്ടോ? ഈ സോയിലൊക്കെ നല്ല അഴുക്കായിട്ട് ഇരിക്കുന്നുണ്ട് അല്ലേ? ഹലോ, പറഞ്ഞോ. ഇതാണ് കുഴപ്പം. നമ്മളിപ്പോ കണ്ടില്ലേ ഈ പൊല്യൂഷൻ, കുറെ ഫാക്ടറീസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ആ ഫാക്ടറീസിൽ നിന്നുള്ള ഈ വേസ്റ്റിന്റെ പുക ഇങ്ങനെ പോവാണ്. അപ്പോൾ അതൊക്കെ പോയിട്ട് നമ്മുടെ ഗ്രൗണ്ടിൽ തന്നെയാണ് വന്ന് ഇതാവണത്. അപ്പോൾ അത് നമ്മുടെ നേച്ചറിനെ കേടാക്കും. അപ്പോൾ ഓർമ്മിക്കുക, നമ്മുടെ നേച്ചറിനെ നമ്മൾ വേണം കാത്തുരക്ഷിക്കാൻ. അപ്പോൾ നമ്മൾ നമ്മുടെ നേച്ചറിനെ ഡേർട്ടി ആക്കരുത്. താങ്ക് യു.